ഫസ്റ്റ് സന്തോഷം തോന്നിയ കാര്യം എന്താ പറയുക, ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രെയർ നമ്മൾ സാധാരണ സ്കൂളൊക്കെ പോയ പോലെ ചെറിയ കുട്ടികൾ വന്നിട്ട് പാടുന്ന പോലെ നിഷ്കളങ്കമായിട്ട് വന്നിട്ട് അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇപ്പൊ ഏതൊരു കോച്ചിങ് ക്ലാസ്സിന് പോകുമ്പോഴും നമ്മളെ സംബന്ധിച്ച് നമ്മൾക്കൊരു ഈഗോ ഉണ്ട് എല്ലാവർക്കും. ഇപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പലർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും നമ്മൾ ആരാന്നൊരു ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ റൂമിലേക്ക് ഹസ്ബൻഡോ കുട്ടികളോ ഒക്കെ കയറി വരുമ്പോഴാണ് ഇങ്ങേരുടെ ഭാര്യയാണ് അല്ലെ ഇവരും അമ്മയാണെന്നൊക്കെ ഉള്ള ഒരു തോന്നല് നമുക്ക് അപ്പോഴാണ് വരിക. പലർക്കും അങ്ങനെ ഒരു, കാരണം നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പൂർണ്ണമായിട്ടും മോചിതപ്പെടാത്ത ഒരു സമയത്താണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു ക്ലാസ്സിലോട്ട് വരുമ്പം നമ്മൾ പറയും നമ്മൾ ചപ്പലൊക്കെ പുറത്തഴിച്ചു വെച്ചിട്ടല്ലേ വരിക, ചെരുപ്പ് പുറത്തഴിച്ചു വെക്കും. ഇതേപോലെ നമ്മുടെ ഈഗോ പുറത്തഴിച്ചു വെച്ചിട്ട് നമ്മളൊരു കുട്ടിയെ പോലെ നമുക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എവിടെ നിന്നും എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ അല്ലെ. നമ്മളൊരു കാര്യം ഒരാൾ പറയുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കാര്യം അറിയാം. ഇപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ യൂട്യൂബിലായിട്ടും പല സ്ഥലങ്ങളിൽ നിന്ന് വായിച്ചിട്ടും നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മളിവിടെ കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഈ യൂണിവേഴ്സ്, ഈശ്വരൻ, ഇപ്പൊ നിങ്ങൾ ഈശ്വരനെ കുറിച്ച് പ്രാർത്ഥിച്ചു, ഈശ്വരൻ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഓരോരുത്തർക്കും വേണ്ടത് ആ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. അപ്പൊ ഇതൊരു ക്ലാസ് ആയിട്ട് നിങ്ങൾ ആരും എടുക്കരുത്. എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ എന്റെ ഒരു നിയോഗമാണിത്. അപ്പൊ ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു, അത്രയ്ക്കും വിചാരിച്ചാൽ മതി. അപ്പൊ തൽക്കാലം ആദ്യം നിങ്ങൾ ഈ ബുക്കൊക്കെ ഇപ്പൊ മാറ്റി വെച്ച് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്താണ് ആനന്ദവും സന്തോഷവും തമ്മിലുള്ള വ്യത്യാസം? അറിയുന്നവർ പറഞ്ഞ ചേച്ചി സ്മാർട്ടായിട്ട് എണീറ്റുന്ന പോലെ ഞാൻ പോകുന്നു പറഞ്ഞ പോലെ ആരെങ്കിലും ഒന്ന് അറിയുന്നവരൊന്ന് പറയാ, ആനന്ദവും സന്തോഷവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സന്തോഷം അത് കുറച്ച് സമയത്തേക്കുള്ളതാ. ആനന്ദം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറേ സമയം നമ്മുടെ മൈൻഡിൽ അത് നിൽക്കുന്ന ഒരു കാര്യമാണോ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് മനസ്സിലായത് ആനന്ദിക്കാന്ന് പറയുമ്പോൾ നമ്മള് മറ്റുള്ളവരെയും കൂടെ കൂട്ടുന്നതാണ്. സന്തോഷം നമ്മളെ ഉള്ളിലാണല്ലോ സന്തോഷം. അതെ ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. ഇപ്പൊ ഒരു ഗാർഡനിങ് നമുക്കത് സന്തോഷം തരും. പിന്നെ ചെറിയ ചിലപ്പോൾ ഒരു ചോക്ലേറ്റ് കഴിക്കുന്നത് നമുക്ക് സന്തോഷിക്കാൻ പറ്റും. അപ്പത്തെ സ്ട്രെസ് നമ്മൾ അതിന് റിലീവ് ആവും. പക്ഷെ ആനന്ദം എന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി നമ്മൾ മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നതിനെയാണ് ഞാൻ വിചാരിക്കുന്നത് ആനന്ദം എന്നുള്ളത്. ഏകദേശം എന്തോ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീടിന്റെ മുറ്റത്ത് പറഞ്ഞാൽ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കുടിലാണ്. ആ കുടിലാണ് റാബിയ താമസിക്കുന്നത്. അപ്പൊ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചു പേരൊക്കെ ചോദിക്കും, എന്താ റാബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പൊ ചോദിക്കും, എന്താണ് റാബിയ നീ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കണത്? പറയും, എൻ്റെ ഒരു സൂചി ഇവിടെ വീണുപോയി, ഇവിടെ നല്ല സൂചി വീണുപോയി, അത് തെരഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയും. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിലെ എല്ലാ ആൾക്കാരും റാബിയുടെ കൂടെ സൂചി തിരയാൻ തുടങ്ങി. അങ്ങനെ തെരഞ്ഞ് ഒരു മണിയായി, 2 മണിയായി, 3 മണിയായി, സംഭവം കിട്ടിയില്ല. എല്ലാവരും തെരച്ചിൽ. അവസാനം ഒരു അത്യാവശ്യം വിവരമുള്ള ഒരു മനുഷ്യൻ അടുത്ത് വന്ന് ചോദിച്ചു, റാബിയ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, എവിടെയാണ് സൂചി പോയത് എന്ന് വല്ല ഓർമ്മയുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ റാബിയ പറയൂ, ഞാൻ വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് തുന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീടിന്റെ അകത്താണ് സൂചി നഷ്ടപ്പെട്ടത്. അപ്പൊ ചോദിക്കും, ബാക്കിയുള്ളവരൊക്കെ ചൂടായി, കാരണം എന്താ റാബിയ പിന്നെ ഇങ്ങനെ പുറത്ത് വന്ന് തെരഞ്ഞോണ്ടിരിക്കണെന്ന് ചോദിക്കും. നിങ്ങൾ എല്ലാവരും ചെയ്തോണ്ടിരിക്കുന്നത് ഇതാണ്. വീടിന്റെ ഉള്ളിലാണ് സൂചി വീണതെങ്കിലും പുറത്ത് തെരഞ്ഞോണ്ടിരിക്കുന്നു. നമ്മുടെ സന്തോഷം, ആനന്ദം ഉള്ളിലാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു സിനിമ കണ്ടാൽ സന്തോഷമാവും. ഈ ചിന്ത വരുമ്പോ ചില ആൾക്കാരൊക്കെ ഉണ്ട്, ഫുഡ് കഴിക്കാൻ പറ്റൂല, ബെഡ് എണീക്കാൻ തോന്നൂല, അടുക്കളയിൽ കയറാൻ തോന്നൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, മനസ്സ് നമ്മുടെ വരുതിക്ക് വരുമൊന്നുമില്ല, നമ്മൾ അതിന്റെ വരുതിയിലാക്കുക. അതിനോട് എന്ത് ചെയ്യുക, കണ്ണു പൂട്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. അപ്പൊ അത് പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ എവിടെന്നാ വിഷമം വന്നത് പോലും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, മെല്ലെ പോവും. ഞാൻ പാസ്സാവൂന്ന് അറിയില്ല, ഒന്ന് രക്ഷിക്കണേ. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ആരെങ്കിലും ഒരു കുടുംബക്കാരെ പോവാണെങ്കിൽ ഒരു 5 ലക്ഷം രൂപ കടമുണ്ട്, അതെങ്ങനെങ്കിലും എനിക്കൊന്ന് വീട്ടാൻ പറ്റണേ, എന്റെ മോക്ക് ഇങ്ങനെ അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കിട്ടണേ എന്നല്ലെങ്കിൽ നമ്മള് പറഞ്ഞു എന്തോ പറയണ്ട്. ശരിയാണ്. പലരും നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് വേർഡ്സ് ആണ് അവിടെ പോയിട്ട് യൂസ് ചെയ്യുന്നത്. എന്റെ കടബാധ്യത മാറണേ എന്ന് പറയുമ്പോൾ ഈ കടം എന്നുള്ള വാക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ പവർഫുൾ ആയിട്ടുള്ള എനർജി ഉള്ള സ്ഥലത്ത് നിന്ന് ഒന്നും കൂടി അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ പോകുമ്പോൾ ഒരു 5 ലക്ഷം കൂടെ കടം തരും. അതായത് നമ്മുടെ ഇമോഷനാണ് നമ്മുടെ യൂണിവേഴ്സിന് മനസ്സിലാവുന്നത്. ഇപ്പൊ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമല്ല, നമ്മൾ ഇമോഷൻ എന്താണോ നമ്മുടെ ഉള്ളിൽ വരുന്നത്
അതാണ് നമുക്ക് യൂണിവേഴ്സ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചില ആൾക്കാര് അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെ എവിടെ പോയാലും ഭയങ്കരമായിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കും, പക്ഷെ അതിന് ഫലം ഉണ്ടാവില്ല എന്നല്ല. പക്ഷെ അത് ഉണ്ടാവുന്ന എങ്ങനെയാ അറിയോ? നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. നിങ്ങളിപ്പോ നല്ലൊരു ഫീലിംഗിലിരിക്കും, നമ്മൾ ആരെയും ചെറിയൊരു കളവ് ചെയ്ത്, എപ്പോഴെങ്കിലും ഒരു കളവ് ചെയ്യാത്ത മനുഷ്യനുണ്ടോ? പക്ഷെ അത് എന്തുകൊണ്ടാ കുറച്ചു കാലം കഴിയുമ്പോൾ പെട്ടെന്ന് പിടിക്കപ്പെടുന്നതെന്ന് അറിയോ? നമ്മളൊരു കളവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ടെൻഷനാണ്, ഇമോഷനാണ്. അയ്യോ അവരറിയോ, കണ്ടുപിടിക്കോ? ഈ ചിന്ത പെട്ടെന്ന് യൂണിവേഴ്സിന് എടുക്കാൻ പറ്റും, കാരണം ആ ഇമോഷൻ ഭയങ്കര ശക്തമാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ഓൾറെഡി ആരാണോ കണ്ടുപിടിക്കേണ്ടത് അവരാ സംഭവം അറിയും. അതിന് വരെ നമ്മളിപ്പോ ഒരു സന്തോഷമുള്ള കാര്യം ചിന്തിക്കുക, എനിക്കിപ്പോ ഒരു എക്സാം പാസ്സാവണം, പക്ഷെ അത് നമുക്ക് വിഷ്വൽ ചെയ്യുമ്പോ ആ സന്തോഷം അങ്ങോട്ട് വരൂല. കാരണം ഒരു ഡൗട്ടാണ്, നമുക്കത് നടക്കൂ ഇല്ലയോ? ഈ ഡൗട്ട് യൂണിവേഴ്സിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നടക്കും എന്നൊരു വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. ഞാനിപ്പോ ശാന്തിഗിരിയിൽ നിൽക്കുന്ന സമയത്ത് അവിടെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ശാന്തിഗിരിയിൽ അവിടെ നിന്ന്, അവിടെ ഭയങ്കര വെയില, അത്രക്ക് കുന്നിന്റെ മുകളിലാണ്. അവിടെ നിന്ന് ഞാൻ കംപ്ലീറ്റ് ബ്ലാക്ക് ആയി. കംപ്ലീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഞാനേ അല്ല, കംപ്ലീറ്റ് ബ്ലാക്ക്. അങ്ങനെ ഇവിടെ 10 ഇപ്പൊ അത് പറയുമ്പോൾ എനിക്കത് ഓർക്കുമ്പോൾ ടെൻഷൻ. ബ്ലാക്ക് ആയതുകൊണ്ടുള്ള ടെൻഷൻ അല്ല, കാരണം നമ്മുടെ സ്കിന്നൊക്കെ ആകെ ഡാമേജ് ആയി, എന്തൊക്കെയോ സംഭവിച്ചു. അങ്ങനെ അവിടെ വരുന്ന ആളുകളോടൊക്കെ ഞാൻ സംസാരിക്കണം. അപ്പൊ ഞാനിങ്ങനെ ഓർക്കും, നല്ല ഭംഗിയുള്ള ചേട്ടന്മാരൊക്കെ വരുമ്പോ അല്ലെ ചേച്ചിമാരൊക്കെ വരുമ്പോ അവരെ മുഖത്ത് നോക്കിയിട്ട് എന്തൊക്കെയോ പ്രശ്നം, കാരണം പിമ്പിൾസ് വന്ന് കംപ്ലീറ്റ് എന്തൊക്കെയോ ആയി. അങ്ങനെ ഞാനിങ്ങനെ അവിടെ നിന്ന് പിന്നെ എനിക്കൊരു ഇത് വരാൻ തുടങ്ങി, ഒരു ധൈര്യം വരാൻ തുടങ്ങി. എന്തിപ്പോ ഇരിക്കുന്ന ഫേസ് ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മളോട് വിഷമിച്ചു. അപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്ന ആൾക്കാര് പ്രതിഷ്ഠയല്ല നോക്കുക തന്നെയാ. നമുക്കുള്ളൊരു പ്രശ്നമാണല്ലോ, നമ്മൾ തടിക്കാൻ വലിയ ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ എന്തെങ്ങനെയായി പോയത്, ഇതേപോലെ എന്നെ നോക്കിച്ച് അല്ലഞ്ചനയ്ക്ക് എന്തായി പോയതാണ്, അങ്ങനെ നമ്മൾ നോക്കിയിട്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവര് ചിലപ്പോൾ നല്ലത് ചോദിക്കുന്നതാവാം, പക്ഷെ എന്നെ സംബന്ധിച്ചത് ഭയങ്കര വേദനാജനകമായിരുന്നു. അങ്ങനെ പിന്നെയാണ് ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളിലേക്കൊക്കെ കടന്നപ്പം ഞാൻ പിന്നെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താണോ വേണ്ടത് അത്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന്, നമ്മൾ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു സങ്കല്പമുണ്ട്. സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ പോലെ അവിടെ ഇരുന്ന് എന്താണോ വേണ്ടത് അത് നമ്മൾ സങ്കല്പിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ സങ്കല്പിക്കാൻ തുടങ്ങി. എനിക്ക് നല്ല കളറൊക്കെ കൂടി, മുൻപത്തേക്കാളൊക്കെ ഭംഗിയുണ്ട്. അപ്പം വരുന്നവരൊക്കെ എന്നോട് ചോദിക്കും, അല്ല അഞ്ചു എന്ത് തേച്ചിട്ടാ കളർ വെച്ചത്, ഇങ്ങനെ ചോദിക്കുക. അപ്പൊ എനിക്കുണ്ടാവുന്ന സന്തോഷമല്ലേ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സത്യം പറയാം, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സ്കിൻ ഡോക്ടർ വന്ന് ഇതേപോലെ ഒരു വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. ഞാൻ അവരോട് സംസാരിച്ച് എന്താ പ്രൊഫഷൻ എന്നൊക്കെ ചോദിച്ചപ്പോ സ്കിൻ ഡോക്ടറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ സ്കിൻ ഇങ്ങനെയല്ലായിരുന്നു, ഇങ്ങനെ ആയിപ്പോയതാണ്. അവർ നല്ലൊരു മെഡിസിൻ പറഞ്ഞു. ആ മെഡിസിനാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ അറിയോ, ഞാനിങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമ്മളെവിടെ പോയിട്ട് പോലും ഇല്ല. ഞാനിങ്ങനെ കളറ് പോയി ഇങ്ങനെ പ്രശ്നമായി എന്ന് പറഞ്ഞപ്പോ സ്വാമിയോട് പറഞ്ഞപ്പോ സ്വാമി പറഞ്ഞു, മോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഡോക്ടറെ അടുത്തേക്ക് വിട്ടില്ല എന്നെ, എനിക്ക് ഒറ്റ ദിവസം പോലും ലീവ് തന്നില്ല. അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. സത്യം ഞാൻ പ്രാർത്ഥിച്ചതാണ്, പക്ഷെ എന്താണോ വേണ്ടത് അത് നമ്മളുടെ അടുത്തേക്ക് വന്നു. നിങ്ങളൊരു ഡോക്ടർ ജോൺ